വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഹൈക്കമാൻഡ് സുധാകരന് അനുവാദം നൽകി. ചുമതല ചൊവ്വാഴ്ച ഏറ്റെടുക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. തൽക്കാലം ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ തുടരട്ടെ. വോട്ടെണ്ണലിന് ശേഷം സുധാകരൻ മടങ്ങി വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ള നിലപാടിലേക്ക് നേതൃത്വം പോയി എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ചൊവ്വാഴ്ച പദവി വീണ്ടും ഏറ്റെടുക്കാൻ പോകുന്നു സുധാകരൻ എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? റീജിത്ത്, നമ്മൾ സംസാരിച്ച AICCയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ദേശീയ നേതാക്കൾ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു ഉപാധി ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം വെച്ചിരുന്നില്ല. സംസ്ഥാനത്ത് നിന്നുള്ള ചില നേതാക്കൾ ഈ വിധത്തിലുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കാനായി ശ്രമിച്ചു. അത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടല്ല. സുധാകരന് ഏതു സമയവും KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാം. അദ്ദേഹം താൽക്കാലിക പ്രസിഡന്റിന് ചുമതല കൈമാറിയത് കണ്ണൂരിൽ മത്സരിച്ചു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ്. ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം സുധാകരൻ കഴിഞ്ഞ ദിവസം തേടിയിരുന്നു. അദ്ദേഹത്തിന് ഏതു സമയവും ഈ ചുമതല ഏറ്റെടുക്കാം എന്ന അഭിപ്രായമാണ് ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ച താൻ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മടങ്ങിയെത്തും, അഥവാ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും എന്ന അറിവാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് സുധാകരൻ നൽകിയിരിക്കുന്നത്. അപ്രകാരം ചൊവ്വാഴ്ച KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധാകരൻ മടങ്ങിയെത്തും എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പാർട്ടിയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത, അത് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന വിധത്തിലായിരുന്നു. അദ്ദേഹത്തിന് ചില വിഭാഗങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നൊരു പ്രതീതിയും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു. ഏതായാലും തൽക്കാലം ഈ വിഷയത്തിൽ സുധാകരന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ ഉള്ള സന്നദ്ധത അത് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. ശരി, രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ആശങ്കയിൽ തീരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടൽ കയറി. തിരുവനന്തപുരം പൂത്തുറയിൽ കടലാക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നു. കൊല്ലത്ത് തീരമേഖലയിലും കടലാക്രമണമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂരിലും ആലപ്പുഴ ആറാട്ടുപുഴയിലും കടൽ കയറി. അതേസമയം നിയന്ത്രണം ലംഘിച്ച സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇറങ്ങുന്നതായി പരാതി ഉയർന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്നലെ രാത്രിയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമായത്. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ കടലാക്രമണം ശക്തമായതിനു പിന്നാലെ പല വീടുകളും ഭാഗികമായി തകർന്നു. ഇന്ന് രാവിലെ മുതൽ കടലടിക്കണമെന്ന് അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് ഇവിടെ വാതിലിന്റെ ഇവിടെ നിന്നു. ഒരു 7:30 മണിയായപ്പോഴാണ് കടലടിച്ച് ഈ ജനലിന്റെ താഴെയുള്ള ടൈലോടെ ഇങ്ങനെ അടിച്ച് വെളിയിൽ വന്നു. 5 തെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം മുണ്ടയ്ക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം, ആലപ്പാട് തുടങ്ങിയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി. മത്സ്യബന്ധന വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ നാശനഷ്ടങ്ങളുണ്ടായില്ല. കടല് 12 മണി സമയമായപ്പോ ഭയങ്കരമായ ശക്തിയായിട്ട് അടിച്ചു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? തൃശൂർ ജില്ലയിലും കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ചന്തക്കടപ്പുറം, അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. ആലപ്പുഴ ആറാട്ടുപുഴയിൽ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് കടൽഭിത്തി ഭാഗികമായി മണ്ണിനടിയിലായി. ഫോർട്ട് കൊച്ചിയിൽ കടലിലിറങ്ങുന്നതിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ വിലക്ക് ലംഘിച്ച് സഞ്ചാരികൾ എത്തുന്നുവെന്ന പരാതി ഉയർന്നു. ലൈഫ് ഗാർഡ്സിന് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്ത് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. കൊല്ലം പത്തനാപുരത്ത് കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കുളനട സ്വദേശി നിഖിലും മഞ്ചള്ളൂർ സ്വദേശി സുജിനുമാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. മഞ്ചള്ളൂർ മഠത്തിൽ മണക്കാട്ട് കടവിൽ കുളിക്കാനിറങ്ങിയ നിഖിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. നിഖിലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുജിൻ ഒഴുക്കിൽപ്പെട്ടത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് ഇരുവരെയും പുറത്തെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇരുവരുടെയും മൃതദേഹം പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉള്ളത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്? ഈ ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിന് എങ്ങനെയാണ്? ടി കെ, ഇന്ന് വൈകിട്ടാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇറാൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബോട്ട് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇതിലുള്ള തൊഴിലാളികളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കന്യാകുമാരി സ്വദേശികളായ 6 പേരാണ് ഈ ബോട്ടിലുള്ളത്. ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഇറാനിൽ മത്സ്യബന്ധന ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ അവിടെ കിട്ടിയ ഈ ബോട്ടുമായി അവിടെ നിന്നും കടൽ മാർഗം രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്ത് എത്തുന്നത്. എന്താണെങ്കിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഒന്നുകിൽ ബേപ്പൂരിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഇവരെ എത്തിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് ഇതുവരെയും നേവി പുറത്തിറക്കിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ. എന്തായാലും അതിലായിരിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. മറ്റ് നിയമപ്രശ്നങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലെന്തായാലും വ്യക്തത വരുത്തേണ്ടത് നേവി തന്നെയാണ്. ടി കെ, ശരി. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന ചൂടിന് ഉടൻ ശമനമില്ല. 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ചൂട് കൂടും എന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമായേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. 11 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ചയോടെ വേനൽമഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതീക്ഷ. ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കണക്കുകൂട്ടുന്നു. കള്ളക്കടൽ പ്രതിഭാസം തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാത്രി 11:30 വരെയാണ് മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവില്ല. വൈകുന്നേരത്തെ ആവശ്യകത ഇന്നലെ വീണ്ടും ഉയർന്നു. ഇതോടെ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കേണ്ടി വരും എന്ന നിലപാടിലാണ് KSEB. പുന്നപ്ര തീരമേഖലയിൽ വൈദ്യുതി മുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾ KSEB ഓഫീസ് ഉപരോധിച്ചു. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രമാണുള്ളത്. എന്നാൽ പ്രസരണ വിതരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന പീക്ക് സമയ വൈദ്യുതി ആവശ്യകതയിൽ മാറ്റമില്ല. വൈദ്യുതി ആവശ്യകത മുൻ ദിവസത്തേക്കാൾ ഉയരുകയും ചെയ്തു. ഇന്നലത്തെ പീക്ക് സമയ ആവശ്യകത 5754 മെഗാവാട്ടാണ്. 112.525 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇന്നലത്തെ ഉപയോഗം. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കാത്തതിനാൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് KSEBയുടെ നിലപാട്. ആവശ്യകതയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% വർധന, 3 മുതൽ 5% വരെ വർധനയെന്ന ബോർഡിന്റെ കണക്ക് മറികടന്നുള്ള ഉപയോഗമാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 5024 ശരാശരി ഡിമാൻഡ്. ഇത്തവണ ഡിമാൻഡ് 5854 മെഗാവാട്ടായി ഉയർന്നു. തീരമേഖലയായ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ അപ്രഖ്യാപിതമായി വൈദ്യുതി മുടങ്ങിയതോടെ അർദ്ധരാത്രിയിൽ മത്സ്യത്തൊഴിലാളികൾ പുന്നപ്ര KSEB ഓഫീസ് ഉപരോധിച്ചു. 2:45 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഇവർ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. 24 തിരുവനന്തപുരം. നോക്കാമിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 94 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രവർത്തിക്കുന്നത് കുടുംബത്തിനും വോട്ട് ബാങ്കുകൾക്കും വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1351 സ്ഥാനാർത്ഥികൾ 3ാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ ജനവിധി തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും കടന്നാക്രമിച്ചു. ചിലർ മെയിൻപുരിയും കനൌജും തങ്ങളുടെ പൈതൃകമായി കണക്കാക്കുമ്പോൾ മറ്റു ചിലർ അമേഠിയും റായ്ബറേലിയും തങ്ങളുടെ പൈതൃകമായി കണക്കാക്കുന്നു. എന്നാൽ തന്റെ പൈതൃകം പാവപ്പെട്ടവരുടെ വീടുകളാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കോൺഗ്രസിനെതിരെ വിമർശനമുന്നയിച്ചു. തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായി ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ് രാധിക കേര പാർട്ടി വിട്ടു. പാർട്ടിയിൽ പുരുഷാധിപത്യമാണെന്ന് ആരോപിച്ചാണ് രാജി. 24 ഡൽഹി. മഹാരാഷ്ട്രയിലാകെയുള്ള 48 സീറ്റുകളിൽ 2 വനിതകൾ നേർക്കുനേർ പോരാടുന്ന ഒരേയൊരു മണ്ഡലമാണ് ബാരാമതി. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയുമാണ് സ്ഥാനാർത്ഥികൾ. നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും അജിത്തിനും ശരത് പവാറിനും നിർണായകമായ ശക്തി പരീക്ഷണമാണ് ബാരാമതിയിൽ. പോരാട്ടത്തെ വ്യക്തിപരമായി കാണേണ്ടതില്ല എന്നും ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായി മാത്രം കണ്ടാൽ മതിയെന്നും സുപ്രിയ സുലെ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പിളർന്നുപോയ പവാർ കുടുംബത്തിലെ 2 പേർ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇത്തവണ ബാരാമതിയിൽ. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ, അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ. NCP എന്ന പാർട്ടിയുടെയും പവാർ കുടുംബത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന കടുത്ത പോരാട്ടമാണ് ബാരാമതിയിൽ ഇത്തവണ നടക്കുന്നത്. My fight is not personally against any person. It's an ideological and political fight against the NDA. No an individual. Why blame Sunetra Pawar? She was never even active in politics. യഥാർത്ഥ NCP ഏതെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനൊപ്പമാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ശരത് പവാറിന് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. സുപ്രിയ ജയിച്ചാൽ നേതാക്കൾ അജിത്തിനൊപ്പമെങ്കിലും അണികളും വോട്ടർമാരും തനിക്കൊപ്പമെന്ന് ശരത് പവാറിന് തെളിയിക്കാനാകും. ഭാര്യ സുനേത്രയെ മത്സരരംഗത്തിറക്കുന്ന അജിത് പവാർ കണ്ണുവെക്കുന്ന ചില കണക്കുകളുണ്ട്. ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJPയുടെ കോട്ടയാണ്. അജിത് പവാറിനുമുണ്ട് 2 മണ്ഡലങ്ങളിൽ വലിയ കരുത്ത്. 1.5 ലക്ഷത്തിലധികം വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച സുപ്രിയ സുലെയെ ഇത്തവണ മലർത്തിയടിക്കാമെന്ന് അജിത്ത് മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹത്തിന് ആധാരം ഈ കണക്കുകളാവും. പിളർപ്പിന് ശേഷം സുപ്രിയ സുലെയും അജിത് പവാറും കടുത്ത അകൽച്ചയിലാണ്. 100-ലേറെ പേർ വരുന്ന പവാർ കുടുംബം ഒന്നടങ്കം സുപ്രിയയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ബാരാമതിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അജിത് പവാറും ഭാര്യയും മക്കളും എന്നതാണ് പവാർ കുടുംബത്തിനകത്തെ മറ്റൊരു ശക്തി കേന്ദ്രം. I'm willing to speak to him even today because I believe in democracy and dialogue. He doesn't speak. I'm happy to speak to everybody because I believe in democracy. 1964 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പതിയെ ശരത് പവാറിന്റെ ശക്തമായൊരു കോട്ടയായി ബാരാമതി മാറി. അതുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ബാരാമതിക്കാർ അനുഭവിക്കുന്നത്. ബാരാമതിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്താമഴയിലേക്ക് വീണ്ടും. ലൈംഗിക പീഡന കേസിന്റെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് രാജ്ഭവൻ ജീവനക്കാർക്ക് ഗവർണർ CV ആനന്ദബോസിന്റെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ ജീവനക്കാർക്ക് പോലീസ് സമൻസ് അയച്ച സാഹചര്യത്തിലാണ് ഗവർണറുടെ നടപടി. തന്നെ വലിച്ച് താഴെയിടാൻ ശ്രമം നടക്കുന്നുവെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിര മുഖർജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഒരു പോലീസുകാരനടക്കം രാജ്ഭവനിലെ 4 ജീവനക്കാരോട് മൊഴി നൽകാനെത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസുകാരനൊഴികെ മറ്റ് 3 പേരും ഹാജരായില്ല. തുടർന്ന് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് വീണ്ടും സമൻസ് അയച്ചു. ഇതിനു പിന്നാലെയാണ് അന്വേഷണവുമായി സഹകരിക്കേണ്ട എന്ന് ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. ഗവർണർക്ക് ഭരണഘടനാ പരിരക്ഷയുള്ളതിനാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് അധികാരമില്ലെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്ഭവനിലെ കരാർ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കമുള്ളവർ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ട എന്നും പോലീസുമായി യാതൊരു വിധത്തിലുള്ള ആശയവിനിമയവും നടത്തേണ്ട എന്നുമാണ് ഗവർണറുടെ നിർദ്ദേശം. തന്നെ വലിച്ചു താഴെയിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CV ആനന്ദബോസ് പ്രതികരിച്ചു. ഞങ്ങൾ ഗവർണറുമായി
ഒരു ഗവർണേഴ്സ് ലെവൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ടീമുണ്ടാക്കി കളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാരികൾ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ ഫലം എനിക്ക് കിട്ടി. എന്നെയും വലിച്ചു താഴെ ഇടാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാരണം കൊല്ലംകാരനാണ് ഞാൻ. രാജ്ഭവന്റെ ഇടനാഴിയിലെയും ഇലക്ട്രോണിക് പ്രൈവറ്റ് ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്ചേഞ്ച് മുറിയിലെയും CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനുള്ള പോലീസിന്റെ നിർദ്ദേശവും രാജ്ഭവൻ അവഗണിച്ചിരുന്നു. തുടർ നീക്കങ്ങൾക്കായി പോലീസ് നിയമോപദേശം തേടിയതായാണ് വിവരം. ഏപ്രിൽ 24-നും മെയ് 2-നുമായി ഗവർണർ 2 തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് രാജ്ഭവനിലെ കരാർ ജീവനക്കാരിയുടെ പരാതി. 24 ഡൽഹി. മേയറുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ഡ്രൈവർ യദു ഗതാഗത നിയമം ലംഘിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. സംഭവ ദിവസം ബസ് ഓടിക്കുന്നതിനിടെ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്ന് കാണിച്ച് KSRTCക്ക് റിപ്പോർട്ട് നൽകും. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. സിനിമാ താരം റോഷ്നയുടെ ആരോപണത്തിൽ ചില സത്യങ്ങളുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മേയറുമായി തർക്കമുണ്ടായ ദിവസം 1 മണിക്കൂറോളം യദു ഡ്രൈവിംഗിനിടെ ഫോണിൽ സംസാരിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. പല തവണയായാണ് ഇത്രയും നീണ്ട ഫോൺ വിളിയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് 10 മിനിറ്റിൽ താഴെയായതിനാൽ ബസ് ഓടിച്ചുകൊണ്ടായിരുന്നു ഫോൺ ഉപയോഗമെന്നാണ് കണ്ടെത്തൽ. ബസ് ഓടിക്കുന്നതിനിടയിലെ ഫോൺ വിളിയെക്കുറിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് KSRTCക്ക് റിപ്പോർട്ട് നൽകും. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് എടുത്തുമാറ്റിയത് യദുവാണോ എന്നും പോലീസിന് സംശയമുണ്ട്. തർക്കമുണ്ടായതിന് പിറ്റേ ദിവസം യദു തമ്പാനൂരിലെ ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് സമീപത്തെത്തിയെന്ന് സ്ഥിരീകരിച്ചതാണ് സംശയത്തിന് കാരണം. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതിൽ പോലീസ് അന്വേഷണത്തിന് ശേഷം നടപടിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം 4 വണ്ടി പാർക്ക് ചെയ്തിരുന്നതിൽ 3 വണ്ടിയിലും അതുണ്ട്. പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ നടപടി ഉണ്ടാവും. അത് ആരെടുത്തു എന്ന് പോലീസാണ് കണ്ടുപിടിക്കുന്നത്. സിനിമാ താരം റോഷ്നയുടെ ആരോപണത്തിന് പിന്നാലെയുള്ള യദുവിന്റെ ആദ്യ പ്രതികരണം നുണയെന്നും മന്ത്രി പ്രതികരിച്ചു. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ ഡ്രൈവർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൃശ്ശൂരിനപ്പുറം പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വഴിക്കടവ് വണ്ടി ഓടിച്ചിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഈ ആക്ട്രസ് പറയുന്നതിൽ പൂർണ്ണമായി സത്യമുണ്ടെന്നുള്ള കാര്യം ഇനി ബാക്കി തെളിവും കൂടെ എടുത്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവർ പറയുന്നതിൽ സത്യമുണ്ട്. അതേസമയം ഗതാഗത മന്ത്രി ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചെന്ന് സിനിമാ താരം റോഷ്ന പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബസ് തടഞ്ഞതിന് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന ആക്ഷേപമുണ്ട്. അന്യായമായി സംഘം ചേരൽ, പൊതുശല്യം ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കന്റോൺമെന്റ് പോലീസ് ഇന്നലെ കേസെടുത്തത്. 24 തിരുവനന്തപുരം. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്ന് പൂനിയ വ്യക്തമാക്കി. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതി അഥവാ നാഡയാണ് ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയെ സസ്പെൻഡ് ചെയ്തത്. സെലക്ഷൻ ട്രയൽസിനു ശേഷം ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാതിരുന്ന പൂനിയ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള നോട്ടീസിനും മറുപടി നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം ആരോപണം തള്ളി ബജ്രംഗ് പൂനിയ രംഗത്തെത്തി. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് താരം വ്യക്തമാക്കി. ये बात भी तो मायने रखती है ना. उस लड़की का स्टार्ट होने से पहले ही करियर खत्म कर दिया. 20-22 साल की लड़की है वो. अभी जूनियर से सीनियर में आई है. वो कहाँ जाएगी? सिर्फ एक राजनीति के चक्कर में. ഗുസ്തി താരങ്ങളുടെ സമരം നയിച്ചതിലുള്ള പ്രതികാരമാണ് പൂനിയയ്ക്കെതിരായ നടപടിയെന്ന ആക്ഷേപം ശക്തമാണ്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം പൂനിയ തിരിച്ചു നൽകിയിരുന്നു. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലും പൂനിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ ഈ മാസം അവസാനം നടക്കുന്ന ട്രയൽസിൽ പൂനിയയ്ക്ക് അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി HD രേവണ്ണയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് രേവണ്ണയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, HD രേവണ്ണ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു. പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എപ്പോൾ ഹാജരാകും? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുതുതായി എങ്ങനെയാണ് പുറത്തു വരുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, അറസ്റ്റിലായ മുൻ മന്ത്രിയും HD ദേവഗഡയുടെ മകനുമായിട്ടുള്ള HD രേവണ്ണയെ 4 ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അന്വേഷണ സംഘം ഈ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഈ 2 കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം വാദം ഉന്നയിച്ചു.
എന്നാൽ രേവണ്ണയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിരുന്നു, ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകി. എന്നാൽ അത് ജഡ്ജി മജിസ്ട്രേറ്റ് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിൻ്റെ വാദം അംഗീകരിച്ച് 4 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ 4 ദിവസം, അതായത് 8-ാം തീയതി വരെയാണ് HD രേവണ്ണ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തുടരുക. എന്തായാലും കടുത്ത പ്രതിസന്ധി BJPയെയും JDSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം അവശേഷിക്കെ ഇത്തരം വളരെ കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവവികാസങ്ങളാണ് ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മന്ത്രിയായിട്ടുള്ള ദേവഗഡ കുടുംബത്തിലെ പ്രധാനപ്പെട്ടൊരു മുഖം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങിയേക്കുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. JDS നേതൃത്വം തന്നെ അന്വേഷണ സംഘത്തെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതായത് ഈ കടുത്ത സമ്മർദ്ദം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും JDSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്വേഷണ സംഘത്തെ ഉടൻ ഈ പ്രജ്വലിനെ കീഴടങ്ങും എന്ന തരത്തിൽ വിവരങ്ങൾ നൽകിയിരുന്നു. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. പ്രജ്വൽ ഉടൻ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ഇതിനകം തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്റർപോളിൻ്റെ ഉൾപ്പെടെ സഹായം തേടി രാജ്യാന്തരതല ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് അത് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടുത്ത നടപടിയിലേക്ക് പോകാൻ വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഏത് തരത്തിലായാലും പ്രജ്വലിനെ നാട്ടിലെത്തിക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയിട്ടുണ്ട്. അത്തരം വളരെ കർശനമായിട്ടുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. എന്നാൽ പ്രജ്വൽ എപ്പോൾ ഇവിടെ എത്തും, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരിച്ച ഒരു വ്യക്തതയുമില്ല. ഉടൻ കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും പുറത്തു വരുന്നത്. അന്വേഷണ സംഘവും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ്, അതായത് 7-ാം തീയതി 14 മണ്ഡലങ്ങളിലേക്കാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 1 പോയിന്റ് ചർച്ച എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഈ ലൈംഗികാതിക്രമ കേസ്, ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട ഈ ലൈംഗികാതിക്രമ കേസ് മാത്രമാണ് അവസാന ലാപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും അതെങ്ങനെ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നിർണായകമാണ്. JDS BJP സഖ്യത്തിൻ്റെ ഭാവി ഉൾപ്പെടെ നിർണ്ണയിക്കുന്ന ആ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 2 ഭീകരർ പിടിയിൽ, ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ എന്താണ്? ബൽറാം, ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് 2 ഭീകരരെ പിടികൂടിയത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചു. 2 പേരും ജമ്മു കശ്മീർ സ്വദേശികൾ തന്നെയാണ്. അമീർ അഹമ്മദ് മിർ, സഫർ ആസാദ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ ഭീകരവാദികൾക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകളാണ് എന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരിൽ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു തോക്കും ഒരു മാഗസിനും 8 തിരകളും 2 ചൈനീസ് നിർമ്മിത ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കൾ കൂടാതെ ടൈം ബോംബ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫ്യൂസ്, മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവ ഇവരുടെ കൈവശം നിന്നും പിടിച്ചെടുത്തതായാണ് പോലീസ് അറിയിക്കുന്നത്. ഇരുവരുടെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും ഇവർക്ക് സഹായം ചെയ്ത ആളുകൾ കൂടാതെ ഇവരുമായി ബന്ധമുള്ള മറ്റ് ഭീകരവാദികൾ എന്നിവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചു. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പൂഞ്ച് ഭീകരാക്രമണത്തിന് ചൈനീസ് സഹായം ലഭിച്ചതായി പ്രാഥമിക നിഗമനം. ചൈനീസ് ബുള്ളറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തൽ. മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ചത് M4A1 ടൈപ്പ് 56-1 അസോൾട്ട് റൈഫിളുകൾ എന്നാണ് കണ്ടെത്തൽ. ഇവയിൽ ഉപയോഗിച്ചത് ചൈനീസ് സ്റ്റീൽ കോർ ബുള്ളറ്റുകളെന്നും സൈന്യം തിരിച്ചറിഞ്ഞു. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് ആക്രമണത്തിന് ചൈനീസ് സഹായം ലഭിച്ചെന്ന നിഗമനത്തിൽ സൈന്യമെത്തിയത്. സൈനിക നടപടിയുടെ ഭാഗമായി പൂഞ്ചിലെ ഷാസിദാർ മേഖലയിൽ പ്രത്യേക സംഘത്തെ ഹെലികോപ്റ്ററിൽ എയർ ഡ്രോപ്പ് ചെയ്തു. ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന് വ്യോമസേന ആദരവർപ്പിച്ചു. കോർപ്പറൽ വിക്കി പഹാഡയാണ് വീരമൃത്യു വരിച്ചത്. പരിക്കേറ്റ് ഉധംപൂരിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്.
വ്യോമസേനയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഗൗരവമായി കണ്ടുകൊണ്ടാണ് സേന മറുപടി നൽകാൻ ഒരുങ്ങുന്നത്. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും. തൃശൂർ ചെമ്മണ്ണൂരിൽ BJP പ്രവർത്തകന് വെട്ടേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി റോഹനാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് സൂചന. ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ അവർ കത്തി കൊണ്ട് വീശിയപ്പോൾ തന്നെ തലമുണ്ടു. അപ്പോൾ ഞാൻ അവിടെ വീണപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള രണ്ടാൾ ഓടിയപ്പോൾ ഞാൻ അവിടെ നിന്നു. തലമയ്ക്ക് ഒരു അടി കിട്ടി. ബാക്കി അവർ മൊത്തം കത്തി കൊണ്ട് വീശി നിലത്തിട്ട് അടിച്ച് ചവിട്ടി കൂട്ടി. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് ഈ ഒരു ആക്രമണത്തിന് കാരണം? പോലീസ് പറയുന്നത് എന്താണ് സൂരജ്? നിലവിൽ കുന്നംകുളം ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്കുള്ള പൂരം സംബന്ധിച്ച് ഈ തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കമാണ് ഇത്തരത്തിലൊരു വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുള്ള ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. അതായത് ഇവർ റോഹൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ബൈക്കിൽ സഞ്ചരിച്ചു വരുന്നതിനിടയിൽ ചെമ്മണ്ണൂരിൽ വെച്ച് ഇവർക്ക് നേരെ പിന്തുടർന്നെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. റോഹന്റെ തലയ്ക്കാണ് ഇത്തരത്തിൽ കത്തി കൊണ്ട് പരിക്കേറ്റത്. പിന്നീട് റോഹൻ ഈ വാഹനത്തിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ ആക്രമണത്തിന് മുന്നിൽ CPM പ്രവർത്തകർ എന്നുള്ളതാണ് ആരോപിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു രാഷ്ട്രീയ തലത്തിലുള്ള ആക്രമണമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തികച്ചും മാണ് ഈ ക്ഷേത്രത്തിലെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കം. ആ തർക്കത്തെ തുടർന്ന് ഏറെ നാൾ ഈ മേഖലയിൽ ചെറിയ സംഘർഷ സാധ്യതയെല്ലാം നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ BJP പ്രവർത്തനം നേരെയുണ്ടായ ആക്രമണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം നരുവാമുട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം. 12 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വൈകിട്ട് 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ ഉടമയോ തൊഴിലാളികളോ സ്ഥലത്തുണ്ടായിരുന്നില്ല. തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. പള്ളിയിൽ പോയിരുന്ന സമയമായിരുന്നു. ഈ കാണുന്ന ഭാഗത്തെല്ലാം തടി അടുക്കി വെച്ചിരുന്നു. ചെയ്തു വെച്ചത് തന്നെ 1.5 കോടി രൂപയുടെ സാധനം വരും. അടുക്കി വെച്ചിരുന്നതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ കെടുത്താനായില്ല. വെള്ളം തീർന്നതോടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചൂടാണ്, അങ്ങനെ ആവാം തീപിടുത്തം. അതൊരു കാരണം. അല്ലെങ്കിൽ വേസ്റ്റ് എല്ലാം കത്തിച്ചതിന് പെടുന്നതാവാം. അങ്ങനെയും നാട്ടുകാർ പറയുന്നുണ്ട്. റീസൺ വിശദമായ പഠനത്തിന് പറയാൻ പറ്റത്തുള്ളൂ. 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഗോഡൌൺ ഉടമ പറയുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് സമീപത്തുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ദേശീയതലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പൂർത്തിയായി. രാജ്യത്ത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് 1.44 ലക്ഷം പേർ പരീക്ഷ എഴുതി. പരാതികൾക്കിട നൽകാതെ സംസ്ഥാനത്ത് നീറ്റ് പരീക്ഷ പൂർത്തിയായി. ഭൂരിഭാഗം പരീക്ഷാർത്ഥികളും അഡ്മിറ്റ് കാർഡിൽ നിർദ്ദേശിച്ച സമയത്ത് തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി. തുടർന്ന് കർശന ദേഹപരിശോധന. ആഭരണങ്ങൾ, ഷൂസ്, ഉയരമുള്ള ചെരുപ്പ് തുടങ്ങിയവ ഒഴിവാക്കി. കടുത്ത വേനലിന്റെ പശ്ചാത്തലത്തിൽ സുതാര്യമായ വെള്ളക്കുപ്പിക്ക് മാത്രമായിരുന്നു അനുവാദം. എല്ലാം കംപ്ലീറ്റ്ലി അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും മാക്സിമം നോക്കിയിട്ടുണ്ട്. കുറേ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ചാപ്റ്റർ കെമിസ്ട്രിയിലൊക്കെ ഒരു 9-10ഓളം ചാപ്റ്റർ കട്ടായിട്ടുണ്ട്. എക്സ്ട്രാ പോർഷൻസും കുറച്ച് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റബിൾ അല്ല, എങ്ങനെ രീതിയിൽ വരുമെന്ന് ഒരുവിധം നമുക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിലും ചിലപ്പം വേറെ പുറത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. 2 മണി മുതൽ 5:20 വരെയായിരുന്നു പരീക്ഷ. പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. എക്സാം കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ വന്ന് ചിലത് വന്നില്ല. അത്ര കോൺഫിഡൻസ് കുഴപ്പമില്ലായിരുന്നു. ഇല്ല. രാജ്യത്തിനകത്തും പുറത്തുമായി 24 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ക്രമക്കേട് ഒഴിവാക്കാൻ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള CCTV ക്യാമറകളടക്കം പരീക്ഷാ നടത്തിപ്പിനായി ഉപയോഗിച്ചിരുന്നു. 24 തിരുവനന്തപുരം. CPIM ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ വീണ്ടും BJP സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് J പ്രമീള ദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മൂന്നാറിലെ കൂടിക്കാഴ്ച. കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചാൽ രാജേന്ദ്രന്റെ BJP പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. രാജേന്ദ്രന്റെ BJP പ്രവേശന സാധ്യതയ്ക്ക് ബലം നൽകുന്നതാണ് പുതിയ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് S രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ CPIM പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു.
ഇത് പരിശോധിക്കുന്നതിനാണ് BJP നേതാക്കൾ മൂന്നാറിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് രാജേന്ദ്രന്റെ ഇക്ക നഗറിലെ വസതിയിലെ കൂടിക്കാഴ്ച. BJP നേതാക്കൾ തന്നെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. രാജേന്ദ്രനൊപ്പം നിരവധി തോട്ടം തൊഴിലാളികൾ BJPയിലേക്ക് എത്തുമെന്നാണ് നേതാക്കളുടെ വാദം. പ്രകാശ് ജാവ്ദേക്കറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ BJPയിലേക്കില്ല എന്ന് S. രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ഇതുതന്നെ S. രാജേന്ദ്രൻ ഇന്നും ആവർത്തിച്ചു. 24 ഇടുക്കി. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ DNA സാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചു. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് നീക്കം. കേസിലെ ഒന്നാം പ്രതിയായ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി യുവതി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചത്. പെൺകുട്ടി പീഡനത്തിനിരയായെന്ന സംശയത്തെ തുടർന്നാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞിന്റെ പിതൃത്വം സ്ഥിരീകരിക്കുന്നതിനും DNA പരിശോധന ഫലം കൂടിയേ തീരൂ. അശാസ്ത്രീയമായ പ്രസവത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായ യുവതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അണുബാധ ബാധിച്ചതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രി മാറ്റം ഉണ്ടായത്. ഡിസ്ചാർജ് ചെയ്ത ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ അമ്മ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറും മുമ്പ് കലൂരിൽ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു. നോർത്ത് പോലീസ് മാതാവിനെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളം കലൂരിലെ സ്വകാര്യ ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശിനിയായ 22 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. യുവതി ഗർഭിണിയായിരുന്നുവെന്ന വിവരം ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കൾക്കടക്കം അറിയില്ലായിരുന്നുവെന്നാണ് മൊഴി. ഹോസ്റ്റൽ അധികൃതർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി. യുവതിയുടെ ആൺ സുഹൃത്തും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അന്തിമവാദത്തിനായാണ് കേസ് ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്ത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരാകും കേസ് പരിഗണിക്കുക. 112ാം ഇനമായാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച 2 ദിവസം ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കേസ് പരിഗണിച്ചില്ല. മറ്റ് കേസുകളുടെ വാദം നീണ്ടുപോയതിനാലാണ് കേസ് മാറ്റിവെച്ചത്. ബൈക്ക് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 8:30യോടെയാണ് സുഹൃത്തായ കുലശേഖരപതി സ്വദേശി സഹദിനൊപ്പം സുധീഷ് ബൈക്കിൽ പോകുന്നത്. ഭക്ഷണം വാങ്ങാൻ പോകുന്നുവെന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. അമിത വേഗത്തിലായിരുന്ന ബൈക്ക് മറിഞ്ഞ റോഡിൽ തലയിടിച്ചു വീണ നെല്ലിക്കാല സ്വദേശി സുധീഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്നയുടൻ ഇവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ച സഹയാത്രികൻ സഹദിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. സഹദിട്ടിട്ട് പോയിട്ടപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ നിർമ്പ് കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. അവൻ അങ്ങനെ ചെയ്ത ഒരു കുറ്റം എത്ര അങ്ങനെ ചെയ്യുന്നത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ പറയുന്നത് കേട്ട് ഇങ്ങനെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഓടി നാട്ടുകാർ ഓടിപ്പിടിച്ച് പേടിച്ചാന്നോ എന്തുവാന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. നെല്ലിക്കാല സ്വദേശിയായ 17-കാരൻ സുധീഷ് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജോലിക്ക് പോകുന്നയാളാണ്. സഹദാകട്ടെ മീൻ കച്ചവടം നടത്തുന്നയാളും. സഹദിനെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ അപകടകരമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും പോലീസ് കേസെടുത്തു. 24 പത്തനംതിട്ട. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട് കടലേറ്റം. വെസ്റ്റിൽ ശാന്തിനഗറിൽ കടൽ കയറുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് സാഹചര്യം? തീരദേശവാസികളൊക്കെ പറയുന്നത് എന്താണ്? വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? TK, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിന് സമീപമുള്ള ശാന്തിനഗർ കോളനിയിലാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ശാന്തിനഗർ കോളനിയിലെ വിവിധ വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീടിന് ഉള്ളിൽ കയറിയ വെള്ളം പുറത്തേക്ക് കോരിക്കളയുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ നിരവധി വീടുകളിൽ സമാനമായി വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 10-ലധികം വീടുകളിൽ സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കടൽക്ഷോഭം ഇപ്പോഴും രൂക്ഷമാണ്. ഈ വൈകുന്നേര സമയത്താണ്, ഏതാണ്ട് ഒരു 7 മണിയോട് കൂടിയാണ് കടലേറ്റം തുടങ്ങിയതെന്നാണ് ഈ വീട്ടിലുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ
എപ്പോഴായിരുന്നു ഈ കടലിൽ കയറി? ഇപ്പോഴാണ് കയറുന്നത്. ഓങ്കി തിര അടിച്ചോണ്ട് അകത്തെല്ലാം കയറി. രാവിലെ എൻ്റെ അടുത്തെല്ലാം സെരിങ്ങളെ അടിച്ചടിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ അടിച്ചിട്ട് വേഗം അടിച്ചു. പകൽ സമയത്ത് ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴേ ഞങ്ങൾ ബാധിച്ചത്. ടി കെ, ഇവർ പറയുന്ന അനുസരിച്ച് രാവിലെ മുതൽ കടൽക്ഷോഭം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങിയിട്ടുള്ളത്. എന്താണെങ്കിലും തീരദേശവാസികൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. ചേച്ചി, എന്താണ് നിലവിലെ സാഹചര്യം? എത്ര വീടുകളിൽ വെള്ളം കയറിയിട്ട് ഇവിടെയൊക്കെ? ഇപ്പൊ ബീച്ച് സൈഡിലുള്ള എല്ലാ വീട്ടിലും കയറിയിട്ടുണ്ട്. ഞങ്ങളെ വീട് ഇപ്പം ഇതിപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീടാണ്. ഇപ്പോൾ ഇവിടെ അതുമല്ല, ഇപ്പോൾ കഴിഞ്ഞ 2000 ആ സമയത്ത് കടൽ കയറിയിട്ട് കുറേ വീടുകളൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. ആ സമയത്ത് പിന്നെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മാസം മുമ്പെയാണ് ഈ കടൽ ഭിത്തി ഉണ്ടാക്കിയത്. 40 ലക്ഷം രൂപയായിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കോ വേണ്ടി ആരെ കണ്ണിലോ പൊടിയിടാൻ വേണ്ടിയിട്ട് അവിടെ ആയിട്ട് ഇവർ കല്ല് കൊണ്ടിടുക. പിന്നെ ഇത്രയും ഭാഗം ഒരു 200 മീറ്റർ ഇവർ ഒഴിവാക്കി. പിന്നെ അതേപോലെ വടക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു 100 മീറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അറിയില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള അധികാരികൾ തീർച്ചയായിട്ടും ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ. വീടിനുള്ളിൽ തന്നെ ഏതാണ്ട് 10ലധികം വീടുകളിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നിലവിലുള്ള ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് രാത്രി 11:30 വരെ കടലേറ്റം രൂക്ഷമാകും എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ തെക്കൻ മേഖലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത്. തെക്കൻ ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വടക്കൻ മേഖലകളിലും കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ സമാനമായി കടലേറ്റം കയറുന്നൊരു സാഹചര്യമാണ്. എന്താട്ടാ ഈ വീടുകൾ കയറിയിട്ടുണ്ടല്ലേ? എല്ലാം കയറിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീടുകൾ തകരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് രാത്രി 11 മണിക്ക് എല്ലാം തകർന്നു. ഇത് രാജ്യത്തിന്റെ ടി കെ, എന്താണെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളിൽ കൂടിയാണ് ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയുകൊണ്ട് ഇവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. രാത്രി 11:30 വരെ സമാനമായ കടൽക്ഷോഭം ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തീരദേശ മേഖലകളിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ശാന്തിനഗർ കോളനിയിലാണ്. കോഴിക്കോട് ബീച്ചിലെ വിവിധയിടങ്ങളിൽ സമാനമായ രീതിയിൽ കടൽ കയറുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ടി കെ, ശരി. രാഹുൽ സുരേഷ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോടാണ് കടലേറ്റമുണ്ടായത്. വെസ്റ്റിൽ ശാന്തി നഗറിൽ കടൽ കയറി നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു രാഹുൽ സുരേഷ്. കായംകുളം പുല്ലൂർ റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തിയ 5 യുവാക്കൾക്കും ശിക്ഷ സാമൂഹിക സേവനം. മാവേലിക്കര ജോയിന്റ് RTOയുടേതാണ് നടപടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പത്തനാപുരം ഗാന്ധി ഭവനിലും കൂടി 7 ദിവസം സന്നദ്ധ സേവനം നടത്തണം. കഴിഞ്ഞ ഞായറാഴ്ച വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോഴാണ് കായംകുളം പുനലൂർ റോഡിൽ ഓടുന്ന കാറിന്റെ 4 വാതിലുകളും തുറന്ന ശേഷം എഴുന്നേറ്റ് നിന്നുള്ള യുവാക്കളുടെ അഭ്യാസ പ്രകടനം. എല്ലാവർക്കും പ്രായം 18നും 20നും ഇടയിൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കാർ ഓടിച്ച അൽ ഖാലിബിന്റെ ലൈസൻസ് MVD സസ്പെൻഡ് ചെയ്യുകയും കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലാകുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഇവർക്ക് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലേക്ക് തന്നെ ആദ്യം അയക്കുന്നതെന്ന് മാവേലിക്കര ജോയിന്റ് RTO MG മനോജ് പറഞ്ഞു. ഇവരിലൊരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകണമെന്നുള്ള ഒരു ആലോചന വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന RTOയോട് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അടുത്ത തിങ്കളാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലോ അതുതന്നെ ഓർത്തോ വിഭാഗത്തിലോ ഇവർക്ക് 4 ദിവസം ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൂറനാട് സ്വദേശികളായ ഡ്രൈവർ അൽ ഖാലിബ് ബിൻ നസീർ, അഫ്താർ അലി, ബിലാൽ നസീർ, മുഹമ്മദ് സജാസ് എന്നിവർക്കാണ് ശിക്ഷ. ഇവരുടെ മാതാപിതാക്കളുമായി ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത്. ഇവർക്കൊപ്പം മറ്റു 2 വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയവർക്കെതിരെയും പോലീസും MVDയും നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. 24 ആലപ്പുഴ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതി നിർദ്ദേശം ലംഘിച്ചെന്ന് തമിഴ്നാട്. അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേരളം തടസ്സപ്പെടുത്തുന്നുവെന്ന് സത്യവാങ്മൂലത്തിൽ വിമർശനം. സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും തമിഴ്നാട് കുറ്റപ്പെടുത്തി. ചൊവ്വാഴ്ച മുല്ലപ്പെരിയാർ കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കും. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നില്ലെന്ന് സ്ഥാപിക്കുകയാണ് തമിഴ്നാട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ ലക്ഷ്യം.
അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് 2006-ലും 2014-ലും സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിധികളിലെ ശുപാർശകളും മേൽനോട്ട സമിതി നൽകിയ നിർദ്ദേശങ്ങളും കേരളം നടപ്പാക്കിയിട്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തിപ്പെടുത്തിയ ശേഷം സുരക്ഷാ പരിശോധന നടത്തിയാൽ മതിയെന്നും തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. അണക്കെട്ട് ബലപ്പെടുത്തുന്നതിന് 15 മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകാൻ കേരളത്തിന് കോടതി നിർദ്ദേശം നൽകണമെന്ന് സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നുണ്ട്. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സമഗ്ര പരിശോധന നടത്താൻ നിയമപരമായ അധികാരം അണക്കെട്ടിന്റെ ഉടമകളായ തങ്ങൾക്കാണ്. ആ പരിശോധന 2026 ഡിസംബർ 31-നകം പൂർത്തിയാക്കിയാൽ മതിയെന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ അടക്കമുള്ളവ കേരളം ലംഘിക്കുന്നത് നിലവിലുള്ള അണക്കെട്ട് സുരക്ഷിതമല്ല എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഇങ്ങനെയൊരു സാഹചര്യമൊരുക്കുകയാണ് കേരളത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് സുപ്രീംകോടതി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് ഹർജിയിൽ തമിഴ്നാട് ആവശ്യപ്പെടുന്നു. 24 ഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം തീരപ്രദേശത്ത് KSEB ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു എന്നുള്ളതാണ്. രാവിലെ 6 മണിക്ക് വിച്ഛേദിച്ച വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ തകരാറാണ് വൈദ്യുതി മുടങ്ങാൻ കാരണം എന്ന വിശദീകരണം KSEBയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മനീഷ് മുഹിബാൽ അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കും. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.